ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജെക്കെയും ചിന്നും കൂടി ഫോണിലൂടെ സംസാരിക്കുകയാണ്. ജെക്കെ, അപ്പോൾ നാളെ ഞാൻ ഊണ് കഴിക്കാനുണ്ടാവും, ഊണ് കഴിച്ചിട്ടേ പോവൂ, മോള് അമ്മയോട് കൂടി പറഞ്ഞേക്ക് എന്നങ്ങനെ പറയാണ്. ചിന്നു അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അർച്ചനയോട് പറയുന്നുണ്ട്, ജെക്കെ അങ്കിള് നാളെ ഊണ് കഴിക്കാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന്. അർച്ചന അപ്പം ചിന്നുവിനോട് പറയുന്നുണ്ട്, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, ജെക്കെ സാർ ഊണ് കഴിക്കുമല്ലേ എന്നുള്ളത് നിനക്കായിരുന്നില്ലേ സംശയം, നമ്മൾ സാറിനെ വിളിക്കാതിരുന്നെങ്കിൽ ആകെ മോശമായി പോയേനെ എന്ന് അർച്ചന അങ്ങനെ പറയാണ്. ചിന്നപ്പ പറയുന്നുണ്ട്, അമ്മ ജെക്കെ അങ്കിളിന്റെ മനസ്സങ്ങനെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ, എന്നിട്ടാണല്ലോ ഓരോന്ന് പറയുന്നത്, ശരിക്കും സാറിനെ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലേ അമ്മ. ജെക്കെ അങ്കിളും അമ്മയുടെ മനസ്സ് പഠിച്ചതുപോലെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞത്. എഴുത്തുകാരനും വായനക്കാരനും തമ്മിൽ ഇത്രയും ആത്മബന്ധമുണ്ടോ എന്നങ്ങനെ ചിന്നു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയണ്ട, ഒരാൾ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതിൻ്റെതായ മര്യാദ കാണിക്കണ്ടേ, ഞാൻ അതുദ്ദേശിച്ച് പറഞ്ഞതാ എന്ന് അർച്ചന അങ്ങനെ പറയുമ്പോൾ ചിന്നു വീണ്ടും അർച്ചനയെ കളിയാക്കുകയാണ്. ചിന്നു എന്നിട്ട് പറയുന്നുണ്ട്, ജെക്കെ അങ്കിള് കഴിക്കാനായി വരുമ്പോൾ എന്തെങ്കിലും കാര്യമായിട്ട് തന്നെ ഉണ്ടാക്കണം, ഞാനായിട്ട് സാറിനെ ഇഷ്ടങ്ങൾ ചോദിക്കുന്നത് മോശമല്ലേ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് എന്താച്ചാ ഉണ്ടാക്കിയാൽ മതിയെന്ന് ചിന്നു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എങ്കിൽ ശരി, പായസം ഉൾപ്പെടെ ഒരു സദ്യ തന്നെ ഉണ്ടാക്കാം, നാളെ എന്തായാലും അപ്പൂപ്പന്റെ ശ്രാദ്ധം കൂടിയല്ലേ, പക്ഷേ ജെക്കെ സാറിന് സ്പെഷ്യലായിട്ട് എന്ത് വെക്കുമെന്ന് അർച്ചന അങ്ങനെ ചോദിക്കുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ജെക്കെ സാറിന് മാമ്പഴ പുളിശ്ശേരി ഇഷ്ടമാണെന്ന് ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ചിന്നു പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എങ്കിൽ ശരി, അത് തന്നെ ഉണ്ടാക്കാമെന്ന് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, ജെക്കെ അങ്കിൾ നമ്മുടെ ഇടയിൽ സംസാര വിഷയമായതോടെ അമ്മയുടെ മൂഡൊക്കെ ആകെ മാറിയിട്ടുണ്ട്, 2-3 ദിവസത്തിന് ശേഷം അമ്മയുടെ ചിരിക്കുന്ന മുഖം ഇന്നാണ് ഞാൻ കാണുന്നത്, നാളെ ജെക്കെ അങ്കിളിനെ കാണാൻ പോകുന്ന സന്തോഷമല്ലേ എന്ന് ചിന്നു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്താ മോളെ ഇത്, ജെക്കെ സാർ നിന്റെ അധ്യാപകനല്ലേ, അദ്ദേഹം ഈ വീട്ടിൽ വരുമ്പോൾ ഉചിതമായി സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ, നിന്റെ ജെക്കെ അങ്കിൾ എന്നെ ഒരിക്കലും സ്വാധീനിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ കൃതികൾ എന്നെ സ്പർശിച്ചിട്ടുണ്ട്, മേനോൻ സാറിന്റെ വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു നല്ല ആൾക്ക് കൊടുക്കണമെന്ന് അമ്മയ്ക്ക് മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു, ഒരു നല്ല ആളിനെ തന്നെയല്ലേ നമുക്ക് വാടകക്കാരനായിട്ട് കിട്ടിയത്, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. ചിന്നു അപ്പം മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, പാവം അമ്മ, മെയ് എന്നും ഇതുപോലെ സന്തോഷത്തോടെ കണ്ടിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്നു അങ്ങനെ ചിന്തിക്കുകയാണ്. ഇതിനുശേഷം ചന്ദ്രയെ മഞ്ജു ഫോണിൽ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നാളെ താക്കോല് വാങ്ങാനായി ജെക്കെ വരുന്ന കാര്യം മഞ്ജു ചന്ദ്രയെ അറിയിക്കുകയാണ്. എല്ലാം അറിഞ്ഞതിനു ശേഷം ചന്ദ്ര മഞ്ജുവിനോട് പറയുന്നുണ്ട്, എന്തായാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല മഞ്ജു, ആ പ്ലാൻ ഞാൻ എങ്ങനെയെങ്കിലും തകർക്കുമെന്ന് ചന്ദ്ര അങ്ങനെ മഞ്ജുവിനോട് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് ചന്ദ്ര അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വാടക ഏർപ്പാട് നടക്കാൻ പോവുകയാണല്ലേ, നടന്നു കഴിഞ്ഞാൽ അർച്ചനയും മോളും അഹങ്കരിക്കും, ഇതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിജയ് ശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്ര എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, ഒരു കാര്യം പറയാനുണ്ട്, അമ്പാട്ടുകാരുടെ കെയർ ഓഫിലുള്ള ആ വാടക വീടില്ലേ, യുഎസിലുള്ള മേനോൻ സാറിന്റെ വീട്, അതിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളതെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അതിൽ നമുക്ക് എന്താണ് കാര്യം, ആ വീട് അർച്ചനയും അമ്പാട്ട് കുടുംബം അല്ലേ നോക്കി നടത്തുന്നത് എന്ന് പറയാണ്. ചന്ദ്രപ്പ പറയുന്നുണ്ട്, വീട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പോവുകയാണെന്ന് ഞാൻ വിജയേട്ടനോട് പറഞ്ഞിരുന്നില്ലേ, നമ്മൾ എന്തായാലും ആ വീടിന്റെ കാര്യത്തിൽ ഇടപെടാറില്ല, പക്ഷെ ഇത്തവണ ആ വാടക ഏർപ്പാടിൽ നമ്മൾ ഇടപെടണം, കാര്യത്തിൽ നമ്മൾ ഒഴിഞ്ഞുമാറി നിന്നാൽ അർച്ചനയും മോളും അഹങ്കരിക്കും, എപ്പോഴത്തെയും പോലെയല്ല, പക്ഷം നമ്മൾ ആ കാര്യത്തിൽ ഇടപെടണം, തവണ അമ്പാട്ടുകാര് ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരൻ ജെക്കെക്കാണ്, അയാളെയാണ് അർച്ചനയും മോളും അവിടെ കൊടുന്ന് താമസിപ്പിക്കാൻ പോകുന്നത്, അർച്ചനയും മോളും വലിയ വലിയ ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനാണ് നോക്കുന്നത്, അയാളുമായിട്ട് ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അയാളിലൂടെ മറ്റുള്ളവരിലേക്കും ബന്ധം സ്ഥാപിക്കാമല്ലോ, ഇവിടെ ആ പ്ലാൻ നടപ്പിലാക്കാൻ സമ്മതിക്കരുത്, പറഞ്ഞതെല്ലാം സത്യമാണ്, മഞ്ജു വിളിച്ചു പറഞ്ഞപ്പോഴാണ് നാളെ എഗ്രിമെന്റ് നടക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞത്, അപ്പോൾ നാളെ കൈമാറാൻ പോവുകയാണെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, അർച്ചനയ്ക്ക് എങ്ങനെയാണ് ജെക്കെ പരിചയമെന്ന്. ചന്ദ്ര ഇപ്പോൾ പറയുന്നുണ്ട്, ചിന്നു വഴിയാണ് അർച്ചനയ്ക്ക് ജെക്കെ പരിചയം, ചിന്നു പഠിക്കുന്ന കോളേജിലെ അധ്യാപകനാണ് ജെക്കെ, ജെക്കെ സ്വീകരിക്കാനായിട്ട് അമ്പാട്ട് വീട്ടിൽ സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കി കാത്തിരിക്കുകയാണ് അർച്ചന. യുഎസിലുള്ള മേനോൻ സാറിനെ വിജയേട്ടനും നല്ല പരിചയമുണ്ടല്ലോ, അപ്പോൾ തന്നെ മേനോൻ സാറിനെ വിളിച്ച് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഇടപാട് മുടക്കണം വിജയേട്ട, നാളെ ആ താക്കോല് കൈമാറുന്നത് നടക്കരുത്, ജെക്കെ പോലെ ഒരാള് ുകാരുടെ കെയർ ഓഫിൽ അവിടെ താമസിക്കാനായി വരരുത്,
ആ ഇടപാട് നടക്കാതിരുന്നാൽ എനിക്കാണ് ഗുണം കിട്ടാനായി പോകുന്നത്. വീട് കിട്ടില്ലെന്നാവുമ്പോൾ JK മറ്റൊരു വീട് അന്വേഷിക്കും. എന്റെ ഫ്രണ്ടിന്റെ കെയർ ഓഫിൽ ഒരു വീടുണ്ട്, അത് നമുക്ക് കൊടുക്കാം. നാട്ടുകാരുടെ ആ ഇടപാട് നടക്കാതെ പോയാൽ എന്തായാലും JKക്ക് ഒരു വീട് അത്യാവശ്യമാണ്. അപ്പൊ പിന്നെ എന്തായാലും എന്റെ ആ ഫ്രണ്ടിന്റെ വീട് കൊടുക്കാം. ഇതിലൂടെ നമുക്കും ചില ഗുണങ്ങളുണ്ടാവും. പ്രശസ്തനായ ഒരു എഴുത്തുകാരനുമായിട്ട് ചന്ദ്രകാന്ത കുടുംബം നല്ലൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നത് നല്ലതല്ലേ? JKയുമായിട്ട് അമ്പാട്ടുകാർക്ക് കിട്ടാതെ പോയ സൗഹൃദം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇടപാട് മുടങ്ങുന്നതോടെ അമ്പാട്ടുകാരെന്തായാലും നാണം കെടും. വിജയേട്ടൻ എന്തായാലും ഇപ്പൊ തന്നെ മേനോൻ സാറിനെ വിളിച്ച് സംസാരിക്കുകയെന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അച്ഛനെ എന്തായാലും ഇപ്പോൾ വലിയ ഉയരങ്ങളിലേക്ക് പോവുകയാണല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ നമുക്ക് മുടക്കാം. ഞാൻ ഇപ്പൊ തന്നെ മേനോൻ സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് വിജയ് ശങ്കർ മേനോൻ സാറിനെ വിളിക്കുകയാണ്. US-ലുള്ള മേനോൻ സാർ വിജയ് ശങ്കറിന്റെ കോള് കാണുന്നതും കോൾ എടുത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ കുറെ ആയല്ലോ എന്നെയൊക്കെ വിളിച്ചിട്ട്, കോളിപ്പോ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി താൻ എന്നെ മറന്നിട്ടില്ലെന്ന്. ഇന്നങ്ങനെ മേനോൻ സാറ് പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, തിരക്കായതുകൊണ്ടാണ് സാർ വിളിക്കാൻ പറ്റാത്തത്, കാരണം ഫാമിലിക്കൊക്കെ അവിടെ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ മേനോൻ സാറ് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ്, ഞങ്ങളെല്ലാവരും ഇങ്ങോട്ടേക്ക് കുടിയേറിയെങ്കിലും അത് ഞങ്ങൾ മറന്നിട്ടില്ല, എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്ന് മേനോൻ സാറ് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഒരു പ്രധാനപ്പെട്ട കാര്യം സാറിനോട് പറയാനുണ്ടായിരുന്നു. മേനോൻ സാറിന്റെ വീട് ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തായിരുന്നോ എന്ന് വിജയ് ശങ്കർ ചോദിക്കുമ്പോൾ മേനോൻ സാറ് പറയുന്നുണ്ട്, അമ്പാട്ടുകാരാണല്ലോ ആ വീടിന്റെ കാര്യം നോക്കുന്നത്, ഇവരാ വീട് ഒരാൾക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ് പ്രശസ്ത എഴുത്തുകാരൻ JK. അയാളിപ്പോ അവിടെ ഒരു കോളേജിൽ അധ്യാപകനാണ്. അയാൾ വന്ന് എഗ്രിമെന്റ് എഴുതി കീ അയാൾക്ക് കൈമാറും എന്നാണ് ഞാൻ അറിഞ്ഞതെന്ന് മേനോൻ സാർ അങ്ങനെ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, കീ കൈമാറിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്, ആ വീട് കൈമാറുന്നതിനു മുന്നേ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. സാഹിത്യകാരനെ കുറിച്ച് ഞാൻ ചിലതെല്ലാം കേട്ടു, അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ഞാൻ കേട്ടത്. അയാൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില മോശപ്പെട്ട ഹാബിറ്റ്സ് ഉണ്ട്, യോജിച്ച ഒരു വാടകക്കാരനല്ല അദ്ദേഹം എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ മേനോൻ സാർ പറയുന്നുണ്ട്, ഓഹോ അങ്ങനെയാണോ? പറയുന്നത് പോലെ ഒരു മോശപ്പെട്ട ആൾക്ക് ആ വീട് വാടകയ്ക്ക് കൊടുക്കാൻ അച്ഛന് ഒരിക്കലും താല്പര്യപ്പെടില്ല. വീടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഞാൻ അർച്ചനയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അർച്ചനയുടെ ഡിസിഷനിൽ ഇതുവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്ന് മേനോൻ സാർ പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ അർച്ചനയ്ക്ക് ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അയാൾ ഒഴിവാകുകയാണെങ്കിൽ നല്ലൊരു വാടക പാർട്ടിയെ ഞാൻ തരാം എന്ന് വിജയ് ശങ്കർ പറയുമ്പോൾ മേനോൻ സാറ് പറയുന്നുണ്ട്, സോറി വിജയ് ശങ്കർ, കാര്യത്തിൽ ഞാൻ അർച്ചനയുടെ തീരുമാനങ്ങൾക്ക് മാത്രമേ ഫേസ് വാല്യൂ കൊടുക്കാറുള്ളൂ. അർച്ചനയ്ക്ക് ഇതുവരെയും ഒരു പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ആൾക്ക് വീട് കൊടുക്കാമെന്ന് അമ്പാട്ടുകാര് വാക്കുകൊടുത്ത സ്ഥിതിക്ക് അത് മാറ്റാനാവില്ല. ഈ കാര്യത്തിൽ ഇനിയിപ്പോ ആര് എന്ത് പറഞ്ഞാലും എനിക്ക് അർച്ചന പറയുന്നതാണ് വിശ്വാസം. ജയശങ്കറിന് വേറെയൊന്നും പറയാനില്ലല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞ് മേനോൻ സാറ് ഫോൺ കട്ട് ചെയ്യാണ്. തന്റെ പണി പാളിപ്പോയതറിഞ്ഞ് വിജയ് ശങ്കർ ആകെ നാണം കെട്ടങ്ങനെ നിൽക്കുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് വിജയ് ശങ്കറിനോട് ചോദിക്കുന്നുണ്ട്, ഇയാളെന്താ സമ്മതിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രുക്കും വരികയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, ഇയാള് അമ്പാട്ടുകാരെ അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ അയാളുടെ തലയ്ക്ക് കയറണ്ടേ. അങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അയാളുടെ തലയിൽ കയറാത്തതല്ല പ്രശ്നം, അർച്ചന മേനോൻ സാറിനെ എന്തോ ഒരു കൈവിഷം അയച്ചു കൊടുത്തിട്ടുണ്ട്, അതാണ് സംഭവം. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട്, അയാൾക്ക് ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് തടയാൻ ഒരു വഴിയുമില്ലേ ഏട്ടാ എന്ന് ചോദിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പ പറയുന്നുണ്ട്, വീടിന്റെ ഉടമസ്ഥൻ ആ വീട് അയാൾക്ക് വാടകയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നമ്മളെങ്ങനെ ആ പ്ലാൻ പൊളിക്കും. JKയെ കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും അയാളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അതുകൊണ്ട് ആ വഴിയും നോക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അയാളുടെ കോണ്ടാക്ട് നമ്പർ എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഫോണിൽ വിളിച്ച് ആ വീടിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റവും കുറവും പറഞ്ഞു കൊടുക്കാമായിരുന്നു എന്ന് ചന്ദ്ര പറയുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ചന്ദ്ര ഇനിയിപ്പോ അതൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങ് വിട്ടേക്ക് എന്ന് പറഞ്ഞ് വിജയ് ശങ്കർ റൂമിലേക്ക് പോവുകയാണ്. ചന്ദ്രയും രുക്കു എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിൽ അർച്ചനയും അമ്പാട്ടു കുടുംബവും JK സാറുമായിട്ട് നല്ലൊരു ബന്ധമുണ്ടാക്കുന്നത് ഒട്ടും തന്നെ താല്പര്യമില്ല. എങ്കിലും നാളെ ആ അഗ്രിമെന്റ് തടയണമെന്ന് ചന്ദ്ര അങ്ങനെ രുക്കുവിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് രുക്കു പറയുന്നുണ്ട്, JKയുടെ കോണ്ടാക്ട് നമ്പർ കിട്ടിയാൽ ഈ ഇടപാട് മുടക്കാൻ പറ്റുമെന്ന് ചേച്ചിക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഇതിലെന്താ സംശയം, അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് കോണ്ടാക്ട് നമ്പറിന് വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കാം.
ചേച്ചിക്ക് അയാളുടെ നമ്പറല്ലേ വേണ്ടത്, അത് ഞാൻ സംഘടിപ്പിക്കാം. നമ്പർ കണ്ടുപിടിക്കാൻ അതൊക്കെ അതിൻ്റെതായ വഴികളുണ്ട് ചേച്ചി. ആയാലും ജെകെയുടെ നമ്പർ ഞാൻ ചേച്ചിക്ക് തരും, ബാക്കിയെല്ലാം ചേച്ചി നോക്കിക്കോ എന്ന് രുക്കു അങ്ങനെ ചന്ദ്രയ്ക്ക് വാക്കു കൊടുക്കുകയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, നീ നമ്പർ എടുത്തതാ, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അതിനുശേഷം ജെകെയുടെ അച്ഛന്റെ ശ്രാദ്ധമാണ്. അതിനുവേണ്ടി അന്നത്തെ ദിവസം ജെകെയുടെ അമ്മ ജെകെയും കാത്തു അങ്ങനെ നിൽക്കുകയാണ്. കുറെ നേരമായിട്ടും ജെകെയെ കാണുന്നില്ല. എല്ലാവരും തന്നെ ജെകെയുടെ അമ്മയെ കുറ്റപ്പെടുത്തുകയാണ്. അച്ഛന്റെ ശ്രാദ്ധ ദിവസമായിട്ട് ഇന്ന് അവനിവിടെ എത്തിയില്ലല്ലോ, കഴിഞ്ഞ തവണയും ഇതുപോലെ തന്നെയല്ലേ സംഭവിച്ചത്, സ്വന്തം അച്ഛന്റെ ആത്മാവിനാണ് അവൻ ശ്രാദ്ധമൂട്ടേണ്ടത്, അതിനുപോലും അവന് സമയമില്ലാതെ പോയി എല്ലാം പറഞ്ഞ് ജെകെയുടെ അമ്മയെ കുടുംബക്കാരങ്ങനെ തലങ്ങും വിലങ്ങുമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ജെകെയുടെ അമ്മപ്പ പറയുന്നുണ്ട്, എന്റെ മോനെ നിങ്ങളങ്ങനെ കുറ്റപ്പെടുത്താതെ, അവൻ എന്തായാലും വരും, കുറച്ചു നേരം കൂടി നമുക്ക് നോക്കാമെന്ന് പറയാണ്. അങ്ങനെ അവര് പറയുന്നുണ്ട്, സുമിത്ര എന്തായാലും ഒരു കാര്യം ചെയ്യ്, അവന് ഒന്നുകൂടി ഫോണിൽ വിളിച്ചു നോക്ക്, കാര്യം എന്താണെന്ന് നമുക്കറിയാമല്ലോ എന്ന്. അങ്ങനെ പറയുമ്പോൾ സുമിത്ര ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ജെകെയെ വിളിക്കുകയാണ്. എന്നാൽ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും ജെകെ ഫോൺ എടുക്കുന്നില്ല. വീണ്ടും സുമിത്രയെ കുടുംബക്കാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. സുമിത്രയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം അതിരാവിലെ തന്നെ അർച്ചനയും സഹോദരന്മാരും കൂടി അച്ഛന്റെ ബലിതർപ്പണത്തിനായിട്ട് അമ്പലത്തിലേക്ക് വരികയാണ്. അവരങ്ങനെ ചടങ്ങുകളെല്ലാം ചെയ്യാനായി നിൽക്കുമ്പോഴാണ് ജെകെയും അവിടെ വന്ന് തന്റെ അച്ഛനു വേണ്ടി ബലിതർപ്പണം നടത്തുന്നത്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.